യേശുവിൽ സ്നേഹമുള്ള പ്രിയ സഹോദരി സഹോദരങ്ങളെ, പുതിയൊരു പ്രഭാതത്തിനായി, പുതിയൊരു ദിവസത്തിനായി നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. ആ ദൈവത്തോടു കൂടി ആയിരിക്കുകയും ചെയ്യാം. ഇന്ന് നമ്മൾ ശ്രവിക്കുന്ന തിരുവചന ഭാഗം വിശുദ്ധ പൗലോസ്ലീഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 11-ാം തിരുവചനം. യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ, യേശുക്രിസ്തുവിനെ ഉയർപ്പിച്ചവൻ നിങ്ങളുടെ മർത്യശരീരങ്ങൾക്കും നിങ്ങളിൽ വസിക്കുന്ന തൻ്റെ ആത്മാവിനാൽ ജീവൻ പ്രദാനം ചെയ്യും. നമ്മൾ ജീവനുള്ള വ്യക്തികളായി, ദൈവീക ജീവൻ നിലനിൽക്കുന്ന ദൈവമക്കളായി ഈ ഭൂമിയിൽ ആയിരിക്കണമെങ്കിൽ ദൈവമായി നമ്മുടെ ഇടയിലേക്ക് വന്ന യേശുവിനെ ഉയർപ്പിച്ചവൻ നമ്മളോടൊപ്പം ഉണ്ടെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ. നമ്മൾ ലോകത്തിൻ്റെ പുറകെ പോകുമ്പോൾ, ജഡീക താല്പര്യങ്ങളിൽ നമ്മൾ മുഴുകി നിൽക്കുമ്പോൾ, നമ്മുടെ മനസ്സ് ദൈവത്തിൽ നിന്ന് അകന്നു നിൽക്കുകയായിരിക്കും. ആ സമയം നമ്മുടെ ശരീരം മർത്യമായിരിക്കും. ദൈവം ആരുടെ കൂടെ വസിക്കുന്നുവോ അവൻ്റെ ശരീരത്തിലാണ് ദൈവീക ജീവൻ നിലനിൽക്കുന്നത്. ജീവനുള്ള, തേജസ്സുള്ള ഒരു വ്യക്തിയായി അവൻ മാറും. ലോകത്തിൻ്റെ പ്രവണതകളിൽ നമ്മൾ മുഴുകിയിരിക്കുമ്പോൾ നമുക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കുവാനും സാധിക്കുകയില്ല. ആയതിനാൽ പ്രിയ സഹോദരീ സഹോദരങ്ങളെ, ദൈവവചനം നമ്മളെ പഠിപ്പിക്കുന്നത് പോലെ നിങ്ങൾ ഉറച്ചു വിശ്വസിക്കുക. യേശു ക്രിസ്തുവിനെ ആരാണോ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചത്, ആ ഉയർപ്പിച്ച ദൈവമായ കർത്താവെ, അങ്ങ് എന്നിൽ വന്ന് വസിക്കണമേ. അങ്ങ് എന്നിൽ വന്ന് വസിക്കുമ്പോൾ മാത്രമേ എനിക്ക് ജീവനുണ്ടാവുകയുള്ളൂ. ആ യേശുവിനെ ഉയർപ്പിച്ചവനോടൊപ്പം ആയിരിക്കുവാൻ, അവനോടൊപ്പം നിലനിൽക്കുവാൻ, അവനെ ഉള്ളറിഞ്ഞ് സ്നേഹിക്കുവാൻ, ഏത് സഹനത്തിലും അവനെ വിട്ടുപിരിയാതെ, ഞാനും എൻ്റെ കർത്താവും ഈ സഹനത്തിൽ പങ്കുചേർന്നിരിക്കുന്നു എന്ന് വിശ്വാസത്തോടെ വിളിച്ചു പറയുവാൻ ദൈവകൃപ നിങ്ങൾക്കുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ദിവസം നിങ്ങൾക്കൊരനുഗ്രഹമായി മാറും. ഈ തിരുവചനം വിശ്വസിക്കുന്ന ഏതൊരു വ്യക്തിയിലും കർത്താവിൻ്റെ മഹത്വം വെളിപ്പെടും. അവൻ്റെ പ്രശ്നങ്ങൾ ഇന്നുകൊണ്ട് തീർന്നിരിക്കും. കാരണം യേശു ക്രിസ്തുവിനെ ഉയർപ്പിച്ചവനായ ദൈവത്തിലാണ് ആ വ്യക്തി വിശ്വാസം ഏറ്റുപറയുന്നത്. ആ ദൈവത്തോട് ചേർന്ന് നിൽക്കാനാണ് അവൻ ആഗ്രഹിക്കുന്നത്. പ്രിയ സഹോദരി സഹോദരങ്ങളെ, പിതാവായ ദൈവത്തിൻ്റെയും പുത്രനായ യേശു ക്രിസ്തുവിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും സഹായം, യേശു ക്രിസ്തുവിനെ ഉയർപ്പിച്ചവൻ ദൈവത്തോട് ചേർന്ന് നിൽക്കുവാനുള്ള കൃപ
നിങ്ങൾക്കുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് അനുഗ്രഹമാകട്ടെ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.